ഇനി നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പാരസൈറ്റാണ് പ്ലാസ്മോഡിയം. അല്ല, നമ്മളതിനെ മലേറിയ, ബ്ലാക്ക് വാട്ടർ ഫീവർ, ഇങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ഒരു ഡിസീസാണ് മലേറിയ. അപ്പോൾ ഈ മലേറിയൻ നമുക്കറിയാം, ഇന്ത്യയിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ന് ഏറ്റവും വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഈ മലേറിയ എന്ന് പറഞ്ഞ ഇൻഫെക്ഷൻസ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇഷ്ടം പോലെ കേസുകൾ ഇന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ താരതമ്യേന ഇതിൻ്റെ ഇൻസിഡൻസ് കുറവാണ്. എന്നാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇഷ്ടം പോലെ മലേറിയ കേസുകൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ആൾട്ടർനേറ്റീവ് പല പേരുകളിൽ അറിയപ്പെടുന്നത്, അതായത് കോട്ടാൻ മലേറിയ, ഫാൽസിഫാറം മലേറിയ, ബ്ലാക്ക് വാട്ടർ ഫീവർ, അതുപോലെ ടെർഷ്യൻ മലേറിയ, ഇങ്ങനെ പല രീതിയിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നൊക്കെ എന്ന് പറയാൻ കാരണം, മലേറിയൻ ഇൻഫെക്ഷനൊക്കെ വന്ന് അതൊരു സിവിയർ സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുടെ യൂറിൻ്റെ കളറൊക്കെ ബ്ലാക്ക് കളറായിട്ട് മാറും. അതായത് RBC ഒക്കെ കംപ്ലീറ്റ് റപ്ചറായിട്ട് ബ്ലഡിൻ്റെ കളറ് ഒരു ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ട് യൂറിനിലൂടെ ആ ബ്ലാക്ക് കളറ് പുറത്തോട്ട് വരുന്നതാണ്. അത് RBCൻ്റെ റപ്ചറിങ് അല്ലെങ്കിൽ RBC ബ്രേക്ക് ഡൗൺ ആയിട്ട് ലൈസായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതൊരു വെക്ടർ ബോൺ ഡിസീസാണ്. ഇതിൻ്റെ വെക്ടർ അല്ലെങ്കിൽ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വെക്ടർ കൊതുകാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം, അല്ലേ? ഇറ്റ്സ് എ വെക്ടർ ബോൺ ഇൻഫെക്ഷൻ ഡിസീസ് കോസ്ഡ് ബൈ പ്രോട്ടോസോവൻ പാരസൈറ്റ്. ഇറ്റ് ഈസ് വൈഡ് സ്പ്രെഡഡ് ഇൻ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻസ്. അല്ലെ, ഇന്ത്യ പോലെയുള്ള ട്രോപ്പിക്കൽ അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ ആയിട്ടുള്ള റീജിയൻസിലൊക്കെ, ഇപ്പോൾ ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വ്യാപകമായിട്ട് കണ്ടുവരുന്നൊരു ഡിസീസാണ് ഈ മലേറിയ എന്ന് പറയുന്നത്. ഇനി എ ബൈറ്റ് ഫ്രം ആൻ ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനഫിലസ് മോസ്കിറ്റോ. അപ്പം നമുക്കറിയാം, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് കൊതുകാണ് ഈ ഡിസീസ് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഓർഗാനിസത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് മനുഷ്യൻ്റെ ശരീരത്തിലോ അല്ലെങ്കിൽ കൊതുകിൻ്റെ ശരീരത്തിലോ ഒറ്റയ്ക്ക് അതിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യണമെങ്കിൽ 2 ഹോസ്റ്റുകൾ നിർബന്ധമാണ്. മനുഷ്യനും വേണം, അതുപോലെ തന്നെ മോസ്കിറ്റോയും വേണം. അപ്പോൾ എപ്പോഴെങ്കിലും ഒരിക്കൽ ഭാവിയിൽ കൊതുക് ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ഈ ഓർഗാനിസവും നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവും, അപ്രത്യക്ഷമാവും. കാരണം ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിളിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യുന്നത് മോസ്കിറ്റോൻ്റെ ബോഡിയിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ വേറൊരു ഭാഗം കംപ്ലീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹാഫ് ഭാഗം കംപ്ലീറ്റ് ചെയ്യുന്നത് മനുഷ്യൻ്റെ ബോഡിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ, അല്ലെ ഏതെങ്കിലും ഒന്ന് നശിച്ചു കഴിഞ്ഞാൽ ഈ ഓർഗാനിസത്തിന് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അനഫിലസ് മോസ്കിറ്റോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു, അല്ലേ? Anopheles must be infected through a previous blood meals taken on infected person to transmit malaria. അപ്പോൾ ഈ ഒരു കൊതുകിന് ഈ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഈ കൊതുക് മുമ്പ് ഏതെങ്കിലും ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളിനെ കുത്തിയിരിക്കണം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളിനെ കടിച്ച കൊതുക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വേറൊരാളെ കടിക്കുമ്പോഴാണ് ഈ ഡിസീസ് ഒരു പേഴ്സണിൽ നിന്ന് രണ്ടാമത്തെ പേഴ്സണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്, കേട്ടോ. ഇനി റിസ്ക് ഫോർ മലേറിയ. അപ്പോൾ ലോകത്തുള്ള 40% ആളുകളും ഇതിൻ്റെ റിസ്ക് ഉണ്ട്. ഏകദേശം ഓരോ ഇയറിലും ഏകദേശം 500 മില്യൺ ആളുകൾ ഇൻഫെക്റ്റഡ് ആവുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഏർലി സ്റ്റേജിൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, അല്ലെങ്കിൽ അസുഖം ക്യൂർ ചെയ്യാൻ പറ്റും. അതുപോലെ HIV, മലേറിയ, TB ഇതുപോലെ അസുഖങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ഡിസീസ് ഉണ്ടാകുന്ന ഒരു സാധനമാണ് നമ്മുടെ മലേറിയ എന്ന് പറഞ്ഞത്. അപ്പോൾ പല ടൈപ്പ് പ്ലാസ്മോഡിയങ്ങളുണ്ട്. അതിൽ പ്ലാസ്മോഡിയം ഫാൽസിഫാർ ഉണ്ട്, പ്ലാസ്മോഡിയം വൈവാക്സ് ഉണ്ട്, പ്ലാസ്മോഡിയം ഓവുലെ ഉണ്ട്, അതുപോലെ പ്ലാസ്മോഡിയം മലേറിയ. ഇതാണ് സാധാരണഗതിയിൽ നമുക്ക് മലേറിയ ഉണ്ടാക്കുന്ന പ്ലാസ്മോഡിയം സ്പീഷീസുകൾ. പ്ലാസ്മോഡിയം ഫാൽസിഫാറം, പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഓവുലെ ആൻഡ് പ്ലാസ്മോഡിയം മലേറിയ. അപ്പോൾ പ്ലാസ്മോഡിയം ഫാൽസിഫാറാണ് കോമൺ ആയിട്ട് നമുക്ക്
കാണപ്പെടുന്ന ഒരു ഡിസീസ്, കോമൺ ആൻഡ് ഡെഡ്ലി ടൈപ്പ് ഓഫ് മലേറിയ ഇൻഫെക്ഷൻ. മലേറിയ ഇൻഫെക്ഷൻ ഏറ്റവും കോമൺ ആയിട്ടും വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ് ഇത് പ്ലാസ്മോഡിയം ഫാൽസിഫാറം. അപ്പോൾ അതാണ് നമുക്ക് ഈ എന്താണ് സെറിബ്രൽ മലേറിയ, തലച്ചോറിനൊക്കെ മലേറിയയിലേക്ക് ലീഡ് ചെയ്യുന്നതാണ് പ്ലാസ്മോഡിയം ഫാൽസിഫാറം. അല്ലെ വൈവാക്സ് മോസ്റ്റ് കോമൺ ആണ്, പക്ഷേ മറ്റേ അത്ര ഡെഡ്ലി അല്ല കേട്ടോ. കോസ് റിലാപ്സ് ഇഫ് ട്രീറ്റ്മെൻറ്റ് വാസ് നോട്ട് കംപ്ലീറ്റഡ്. അപ്പോൾ ഈ വൈവാക്സിൻ്റെ കേസിൽ നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് താൽക്കാലികമായിട്ട് എന്ത് ചെയ്യും, ഈ രോഗാണു ശമിക്കും. പക്ഷേ പിന്നീട് ഒരു അവസരം കിട്ടുമ്പോൾ അത് വീണ്ടും എന്താണ് റീപ്രൊഡ്യൂസ് ചെയ്യും, വീണ്ടും നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ റിലാപ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ റിലാപ്സ് കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് മലേറിയയാണ് പ്ലാസ്മോഡിയം വൈവാക്സ്. പിന്നെ വേറൊന്നുള്ളത് പ്ലാസ്മോഡിയം ഓവുലെ, പ്ലാസ്മോഡിയം മലേറിയ. അതൊക്കെ വളരെ റെയർ ആയിട്ട് കാണപ്പെടുന്ന കേസുകളാണ്. ഇനി ഫീമെയിൽ അനഫില്ലസ്, ഏതൊക്കെ ഫീമെയിൽ അനഫില്ലസ് ആണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നോക്കാം. എന്താണ് ഈ ഹ്യൂമൺ എന്നുള്ളത്, അതുപോലെ ആനിമൽ എന്നുള്ളത്, ഉള്ളിൽ നിന്ന് കടിക്കുന്നത്, ഔട്ട്ഡോർ കടിക്കുന്നത്, ഇതൊക്കെ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി പത്തോജെനിസിറ്റിയിൽ ലിവർ സ്റ്റേജ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിളിൻ്റെ ഒരു എന്താ പറയുക ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ അതിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇതിൻ്റെ ലൈഫ് സൈക്കിള് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലിവർ സ്റ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ RBC സ്റ്റേജ്, അങ്ങനെ പല സ്റ്റേജുകളുണ്ട്. അപ്പോൾ പ്രാഥമികമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അനഫില്ലസ് മോസ്കിറ്റോ, ഇൻഫെക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാസ്മോഡിയം അല്ലെങ്കിൽ പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ ഓവുലെ, അങ്ങനെ ഏതെങ്കിലും ഒരു ഓർഗാനിസം ശരീരത്തിലുള്ള ഒരു മോസ്കിറ്റോ, അല്ലെങ്കിൽ അതിനാണ് നമ്മൾ ഇൻഫെക്റ്റഡ് മോസ്കിറ്റോ എന്ന് പറയുക. ഇൻഫെക്റ്റഡ് വിത്ത് പ്ലാസ്മോഡിയം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അല്ലെ പ്ലാസ്മോഡിയം ക്യാരി ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോസ്കിറ്റോ നമ്മുടെ ശരീരത്തിലേക്ക് കടിക്കുമ്പോൾ, ഇപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആ കൊതുക് നമ്മളെ കുത്തുമ്പോൾ ആ കൊതുക് ഒരു അനസ്തെറ്റിക് എഫക്റ്റിന് വേണ്ടി നമ്മുടെ ശരീരത്തിലേക്ക് കുറച്ച് സലൈവ ഇഞ്ചെക്ട് ചെയ്യും, കൊതുകിൻ്റെ സലൈവ ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ ആ കൊതുകിൻ്റെ സലൈവയിലൂടെ കൂടിയിട്ട് ഈ സലൈവയോടൊപ്പം തന്നെ നമ്മുടെ പ്ലാസ്മോഡിയത്തിൻ്റെ ഒരു ഫോമായിട്ടുള്ള സ്പോറോസോയിഡ്സ് നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യപ്പെടും കേട്ടോ. അതായത് ഈ കൊതുക് നമ്മുടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കൊതുക് കടിക്കുമ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കൊതുകിൻ്റെ സലൈവറി ഗ്ലാൻഡിൽ ഈ സ്പോറോസോയിഡ്സ് ഉണ്ടാവും. സ്പോറോസോയിഡ്സ് പറഞ്ഞാൽ ഈ നമ്മുടെ പ്ലാസ്മോഡിയത്തിൻ്റെ ഒരു ഫോമാണ്, അല്ലെ പ്ലാസ്മോഡിയം തന്നെയാണ് കേട്ടോ. പ്ലാസ്മോഡിയത്തിൻ്റെ ലാർവ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ പ്ലാസ്മോഡിയത്തിൻ്റെ ലാർവനെ ആ ഉമിനീരിലൂടെ അല്ലെങ്കിൽ സലൈവയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. ഇഞ്ചെക്ട് ചെയ്തിട്ട് സ്വാഭാവികമായിട്ടും എന്നിട്ട് എന്ത് ചെയ്യും, ആ സ്പോറോസോയിഡ്സ് നമ്മളെ ബ്ലഡിലൂടെ ഒക്കെ കുറച്ച് കറങ്ങി നടന്ന ശേഷം ഒരു 30 അല്ലെങ്കിൽ ഒരു 60 മിനിറ്റ് ആകുമ്പോൾ അത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിലേക്ക് ഇൻവേർഡ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ ലിവറിലേക്ക് അല്ലെ ലിവർ സെല്ല് അല്ലെ ഹെപ്പാറ്റിക് സെൽസിലേക്ക് ഇൻവേർഡ് ചെയ്യും. അപ്പോൾ ഈ ഹെപ്പാറ്റിക് സെല്ലിൽ ഇൻവേർഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ ലിവർ സെല്ലിൽ വെച്ച് ഇതൊരു അസെക്ഷൽ റീപ്രൊഡക്ഷന് വിധേയമാവും കേട്ടോ. ഈ സ്പോറോസോയിഡ്സ് ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷന് വിധേയമാവും. അങ്ങനെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ട് ഇത് റിപ്ലിക്കേറ്റ് ചെയ്യും. എന്നിട്ട് ഒരുപാട് സ്പോറോസോയിഡ്സുകൾ ഉണ്ടാവും. ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എക്സോ എറിത്രോസൈറ്റിക് സ്റ്റേജ് അല്ലെങ്കിൽ പ്രീ എറിത്രോസൈറ്റിക് സ്റ്റേജ് അല്ലെങ്കിൽ ഷിസോഗണി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഷിസോഗണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അല്ലെങ്കിൽ എക്സോ എറിത്രോസൈറ്റിക് എന്ന് പറഞ്ഞാൽ RBCൻ്റെ പുറത്ത് നടക്കുന്ന റീപ്രൊഡക്ഷൻ അല്ലേ. RBCയിൽ നടക്കുന്ന റീപ്രൊഡക്ഷനാണ് എറിത്രോസൈറ്റിക് എന്ന് പറയുന്നത്. എന്നാൽ RBCൻ്റെ പുറത്ത് നടക്കുന്ന റീപ്രൊഡക്ഷനാണ് എന്ത്, എക്സോ എറിത്രോസൈറ്റിക് സ്റ്റേജ് അല്ലെങ്കിൽ RBCൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേജ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു, ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കൊതുക് നമ്മളെ കുത്തുന്നു,
ആ കൊതുക് നമ്മുടെ ശരീരത്തിലേക്ക് ഈ സ്പോറോസോയിഡ്സിനെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം ഇത് നമ്മുടെ ലിവർ സെല്ലിലേക്ക് പോകുന്നു. ലിവർ സെല്ലിൽ വെച്ചിട്ട് അത് ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷന് വിധേയമാവും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് റീപ്രൊഡക്ഷന് വിധേയമായിട്ട് ഇഷ്ടംപോലെ അതിൻ്റെ ഡോട്ടർ സെൽസുകൾ ഉണ്ടാവുന്നു. ഈ ഒരു സ്റ്റേജിന് നമ്മൾ പറയുന്ന പേരാണ് എക്സോ എറിത്രോസൈറ്റിക് സ്റ്റേജ്, അല്ലെങ്കിൽ പ്രീ എറിത്രോസൈറ്റിക് സ്റ്റേജ്, അല്ലെങ്കിൽ ഷിസോഗണി എന്നൊക്കെ പറയുന്നത്. ഇനി പ്ലാസ്മോഡിയം വൈവാക്സ്, ഇപ്പോൾ ഈ നമ്മൾ ഫാൽസിഫാറത്തിൻ്റെ കേസാണ് ആദ്യം പറഞ്ഞത്. ഈ വൈവാക്സിൻ്റെ കേസ് അല്ലെങ്കിൽ ഓവുലേൻ്റെ കേസിൽ ഒക്കെ എന്താണ്, അതിൽ നമ്മൾ റിലാപ്സിങ് ഉണ്ടാവും എന്ന് പറയുന്നു അല്ലേ, റിലാപ്സ് ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് റിലാപ്സ് വരുന്നത് നമുക്ക് നോക്കാം. In Plasmodium vivax and Plasmodium ovale, some of the sporocytes do not immediately undergo asexual reproductions. അപ്പോൾ ഈ ചില കേസിലൊക്കെ എന്താണ്, ഈ കൊതുകിൻ്റെ ശരീരത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്ന ആ സ്പോറോസൈറ്റ്സ് ഉടനെ തന്നെ ലിവർ സെല്ലിലേക്ക് പോയിട്ട് അസെക്ഷൽ റീപ്രൊഡക്ഷന് വിധേയമാവില്ല. ബട്ട് എൻ്റർ എ ഡോർമന്റ് ഫേസ് നോൺ ആസ് ദി ഹിപ്നോസോയിഡ്സ്. അതൊരു ഡോർമൻസി സ്റ്റേജിൽ അങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഡോർമൻ്റ് ആയിട്ട് പ്രത്യേകിച്ച് റീപ്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാതെ അങ്ങനെ തന്നെ ഇരിക്കും. എന്നിട്ട് ഈ സാധനം എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു 2-3 മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 4-5 മാസങ്ങൾക്ക് ശേഷം ആ ഡോർമൻസി പീരീഡിന് ശേഷം അത് വീണ്ടും റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശിശോഗണി ആവുകയാണെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യും, ഈ അസുഖം വീണ്ടും അയാൾക്ക് ഉണ്ടാവുന്നു. അതിനെയാണ് റിലാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഒരു കൊതുക് നമ്മളെ കടിച്ചു, നമ്മുടെ ശരീരത്തിലേക്ക് കുറേ സ്പോറോസോയിഡ്സ് വന്നു. അതിലൊരു 90 അല്ലെങ്കിൽ 95% സ്പോറോസൈറ്റ്സും അസെക്ഷൽ റീപ്രൊഡക്ഷന് വിധേയമായി എന്ത് ചെയ്യും, നമുക്ക് അസുഖം ഉണ്ടാവും. എന്നാൽ ഒരു 4-5% സ്പോറോസോയിഡ്സ് അവിടെ ഒരു ഡോർമൻസി പീരീഡിൽ കിടക്കുന്നു. ഒരു 5-6 മാസത്തിന് ശേഷമാണ് അത് റീപ്രൊഡക്ഷനിലെ ശിശോഗണിക്ക് വിധേയമാവുന്നെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യും, വീണ്ടും നമുക്ക് ഈ അസുഖം വരും. അതിനെയാണ് നമ്മൾ റിലാപ്സിങ് മലേറിയ എന്ന് പറയാം, റിലാപ്സിങ് മലേറിയ. ഇനിയാണ് ശരിക്കും RBC സ്റ്റേജ്, അല്ലെങ്കിൽ എറിത്രോജനിക് സ്റ്റേജ്, അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് സ്റ്റേജ് എന്നൊക്കെ പറയാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ലിവർ സെല്ലിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷന് വിധേയമാവും ആര്, നമ്മുടെ സ്പോറോസോയിഡ്സ് അല്ലേ. അപ്പോൾ ഈ സ്പോറോസോയിഡ്സ് ലിവർ സെല്ലിൽ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് ഇഷ്ടം പോലെ അതിൻ്റെ ചെറിയ ഓഫ്സ്പ്രിങ്സ് അല്ലെ അതിൻ്റെ കോപ്പീസ് ഉണ്ടാവും. അപ്പോൾ ആ കോപ്പീസ് എല്ലാം കൂടി ആ സെല്ല് വലുതായിട്ട് ആ സെല്ല് അങ്ങ് പൊട്ടും, അല്ലെ ആ സെല്ല് എന്ത് ചെയ്യും, ലൈസ് ചെയ്തിട്ട് ഒരുപാട് അതിൻ്റെ കോപ്പീസ് പുറത്തു വരും. ആ പുറത്തു വരുന്ന സ്പോറോസോയിഡ്സിൻ്റെ ആ കോപ്പീസിന് നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ സെക്ഷൽ റീപ്രൊഡക്ഷന് ശേഷം ഉണ്ടാവുന്ന ആ ഒരു ഫേസിന് നമ്മൾ പറയുന്ന പേരാണ് മെറോസോയിഡ്സ്. എന്താ പറയുക, മെറോസോയിഡ്സ്. ഇപ്പോൾ മെറോസോയിഡ്സ് റിലീസ്ഡ് ഫ്രം ദി ഇൻഫെക്റ്റഡ് ലിവർ സെൽസ് ഇൻവേർഡ് എറിത്രോസൈറ്റ്സ്. അപ്പോൾ ഈ RBC അല്ല ലിവർ സെൽസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന പൊട്ടി പുറത്തോട്ട് വരുന്ന ഓരോ മെറോസോയിഡ്സും RBCയിൽ പോയിട്ട് ഇൻവേർഡ് ചെയ്യും. The merozoite recognize specific protein on the surface of the erythrocyte and actively invert in the cells in a manner of similar to another epicomplex and parasites. അപ്പോൾ എപ്പികോംപ്ലക്സ് ആൻഡ് പാരസൈറ്റിൻ്റെ മാനറിൽ എന്ത് ചെയ്യും, ഈ പുറത്തോട്ട് വരുന്ന ഓരോ മെറോസൈറ്റ്സും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് RBCയിൽ പോയിട്ട് എന്ത് ചെയ്യും, ഇൻവേർഡ് ചെയ്യും എന്ന്. After entering the erythrocyte, the parasite undergo a trophic period followed by asexual reproduction. The young trophozoite is often called a ringworm due to its morphology in jasper-stained blood smear. As the parasite increases in size, the ring morphology disappears and is called trophozoites. During the trophic period, the parasite ingests the host cells. ഇത്ര മതി, അത് നമുക്ക് 2 സ്ലൈഡാക്കി വിടാം, അല്ലെങ്കിൽ കൂടുതലായി പോകും, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും.